നമ്മളിനി 4ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്റർ 4 കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നോക്കൂ. പ്രധാനമായിട്ട് അതിൽ വരുന്ന കാര്യം ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് റിയാക്ഷൻ, സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. എന്ത് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, എത്രത്തോളം സ്പീഡിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻസ് പല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുക വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേസമയം ഇപ്പോൾ കുറച്ച് സോഡിയം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടുക, അത് വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡിലാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ പല റിയാക്ഷൻസും പല സ്പീഡിലാണ് നടക്കുക. അപ്പോൾ റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ്റെ സ്പീഡാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നതാണ് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കുകയാണ്. എ ഗീവ്സ് ബി എന്നുള്ളൊരു റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് ആണ്, ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സാധാരണയായിട്ട് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടൈം ചെല്ലുന്നതിനനുസരിച്ച് എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അതിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിച്ചു, ഡെൽറ്റ എ. ഈ എ എന്നുള്ളത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് വായിക്കണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, അറിയാലോ. ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെല്ലാണ്. ഇവിടെ ഞാനൊരു നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് നെഗറ്റീവ് സൈൻ? എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ടൈം ചെല്ലുന്നതനുസരിച്ച് കുറയുകയാണ്. അപ്പോൾ ആ ഡിക്രീസ് കാണിക്കണം, അതിനാണ് നെഗറ്റീവ് സൈൻ. അപ്പോൾ റേറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് എ. ഇനി അതല്ല നമ്മൾ പ്രൊഡക്റ്റായ ബിയുടെ ടേംസിലാണ് നമ്മൾ റിയാക്ഷൻ്റെ റേറ്റിനെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്കറിയാം ടൈം ചെല്ലുന്നതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. സോ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ റേറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചിനെ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത നമുക്കറിയേണ്ടത് എന്താണ് ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും കൂടെയുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചത് ആവറേജ് റേറ്റ് ആണ്. മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ആണ്. കാരണം നമ്മൾ ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് ഇവിടെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതേസമയം ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് ആ വാക്കിനർത്ഥം ഒരു പർട്ടിക്കുലർ ടൈം. ഇപ്പോൾ നിങ്ങളോട് പറയാണ് ഒരു റിയാക്ഷൻ തുടങ്ങി, ഒരു 5 സെക്കൻഡ് സമയമായി, ആ 5 സെക്കൻഡിൽ എത്രയാണ് റിയാക്ഷൻ്റെ റേറ്റ് നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം തന്നിട്ട് ആ ടൈമിലുള്ള റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അതെങ്ങനെയാണ് കാണുക നോക്കൂ. ഇവിടെ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട് നോക്കുക. നമ്മൾ ചെയ്യുന്നത് ഗ്രാഫിൽ വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനെ വൈ ആക്സിസിൽ എടുത്തു. ദെൻ ടൈം നമ്മൾ എക്സ് ആക്സിസിലും കൊടുത്തു. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടൈം ചെല്ലുന്നതിനനുസരിച്ച് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അത് കണ്ടില്ലേ, ഗ്രാഫ് വരുന്ന പ്ലോട്ട് നോക്കുക. ഇങ്ങനെ വന്നിട്ട് ഇതാ റിയാക്റ്റൻ്റെ ടൈം 0 ആകുമ്പോൾ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം ആണ്. ടൈം കൂടുന്നതിനനുസരിച്ച് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാം. ഇനി എങ്ങനെ അതിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാം? ഇതാ നമ്മളിവിടെ ഇവിടെ നോക്കൂ, ഒരു പർട്ടിക്കുലർ ടൈം ഈ ഗ്രാഫിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോയിന്റ് നോക്കുക. ഒരു പർട്ടിക്കുലർ ടൈം, ആ പർട്ടിക്കുലർ ടൈമിൽ എത്രയാണ് റേറ്റ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു ഇൻ്റർസെപ്റ്റ് വരച്ചു നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടും. അതായത് ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ്, അതിന് നമ്മൾ മൈനസ് ഡി ആർ എന്ന് കൊടുത്തു. ട്രയാങ്കിളുടെ ഈ താഴത്തെ സൈഡ് എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെല്ലാണ്, അതായത് ഡി ടി. അപ്പോൾ മൈനസ് ഡി ആർ ബൈ ഡി ടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് കിട്ടും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടും കൂടെയുള്ള വ്യത്യാസം ഒന്നും കൂടെ മനസ്സിലാക്കുക. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റ് ആണ്. അതേസമയം ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ടൈം തരികയാണ്. 5 സെക്കൻഡോ 10 സെക്കൻഡോ ടൈമിൽ എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടെയുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് 2N2O5. N2O5 എന്ന് പറയുന്ന കോമ്പൗണ്ട് റിയാക്ട് ചെയ്തിട്ട് NO2 ഉണ്ടായി, O2 ഉണ്ടായി. ഇതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണ് നമ്മളോട്. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കൂ,
നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് N2O5 ആണ്, പ്രൊഡക്റ്റ് NO2ഉം O2 ആണ്. നമ്മൾ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം N2O5 എന്ന് പറയുന്ന റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ ടൈം ചെല്ലുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 മോളിക്യൂളാണല്ലോ. അപ്പോൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എഴുതുന്നത് -12, ആ നമ്പർ ഓഫ് മോൾസിനെ -12 ആയിട്ട് എഴുതും. മൈനസ് കാണിക്കുന്നത് കുറവിനാണ്, കുറയുകയാണ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ബൈ ഡെൽറ്റ ടി. അത് നമ്മൾ ചെയ്തത് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് N2O5 ആണ്. അതല്ല ഈ പ്രൊഡക്റ്റ് NO2 ആൻഡ് O2 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ ടേംസിലും നമുക്ക് റേറ്റ് എഴുതാം. എങ്ങനെയാ അത് നോക്കൂ. ഇവിടെ 4 മോളിക്യൂളാണ് NO2 ഉള്ളത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇതാ 1/4 എന്ന് എഴുതണം. 1/4 ഡെൽറ്റ NO2 ബൈ ഡെൽറ്റ ടി. ഇത് പോസിറ്റീവാണ്, കാരണം NO2 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. അതല്ല നമ്മൾ O2 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ടേംസിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നോക്കൂ, റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ O2 ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ പറഞ്ഞ ഏത് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ഇക്വേഷനിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. പറഞ്ഞ് ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഏത് രീതിയിലും നമുക്ക് കെമിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ്, ഏതായാലും ശരിയാണത്. ഇനി അടുത്ത് നമുക്ക് അവിടെ പഠിക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ആവറേജ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അടുത്ത നമുക്ക് അറിയേണ്ടത് എന്താണ് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഓഫ് റിയാക്ഷൻ. അതായത് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കൂ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. AA + BB ഗീവ്സ് പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഈ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി എന്ന് പറയുന്നതും അത് രണ്ടും റിയാക്റ്റൻസ് ആണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വേറെ റിയാക്റ്റൻ്റ്. ഈ സ്മോൾ ലെറ്റേഴ്സ് കാണിക്കുന്നത് അതിലുള്ള നമ്പർ ഓഫ് മോൾസിനെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് സ്മോൾ എ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് സ്മോൾ ബി നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ ആദ്യം പറയുകയാണ്. എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. അത് പഠിച്ചാലേ നമുക്ക് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കൂടെ റിയാക്റ്റൻറ്റിനെ മാത്രം നോക്കിയാൽ മതി. കെമിക്കൽ റിയാക്ഷനിൽ ഏതൊക്കെയാണ് റിയാക്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷനിലെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ്. അപ്പോൾ റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് സ്മോൾ എ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ ആ സ്മോൾ എ എന്നുള്ളത് ഞാൻ അതിൻ്റെ പവറായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ സ്മോൾ ബി എന്നുള്ളത് ബിയുടെ പവറായിട്ട് കൊടുത്തു. അപ്പോൾ എന്താ റേറ്റ് ലോ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് എന്ന് പറയുന്നത്. അതാണ് റേറ്റ് ലോ. ഓക്കെ. അപ്പോൾ ആ റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ഇക്വേഷൻ, ഈ എഴുതുന്നതിന് പറയാം റേറ്റ് ഇക്വേഷൻ എന്നാണ് പറയാം. ഈ എഴുതിയിരിക്കുന്നത് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി എന്ന് പറയുന്നതിന് റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം. എവിടുന്ന ഈ കെ വന്നത്? നമുക്കിവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയണം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയണമെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ യൂസ് ചെയ്ത കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്. സോ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. ഇതിനാണ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ തന്നാലും ശ്രദ്ധിക്കുക, അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമുക്കറിയണം. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. AA + BB ഗീവ്സ് പ്രൊഡക്റ്റ് എന്നുള്ള റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റേറ്റ് ഇക്വേഷൻ ആദ്യം എഴുതുകയാണ്. റേറ്റ് ഇക്വേഷൻ അനുസരിച്ച് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് എഴുതാൻ നമ്മൾ പഠിച്ചു. റേറ്റ് ഇക്വേഷൻ, റേറ്റ് ലോ അനുസരിച്ചുള്ള റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് അതല്ല, നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടുകൂടെ. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് സ്മോൾ എ നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് സ്മോൾ ബി നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട് ആകെ, അത് നമ്മൾ നോക്കുകയാണ്. റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആകെ എത്രയാണ്, അതായത് എ + ബി എന്ന് നമുക്ക് കിട്ടും. റിയാക്റ്റൻ്റ് നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോൾ എത്ര കിട്ടും?
എ പ്ലസ് ബി. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? അതായത് കോൺസെൻട്രേഷൻ്റെ പവറുകൾ തമ്മിൽ നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് ആ ഡെഫിനിഷൻ നോക്കൂ. ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ്. എങ്ങനെയാണോ ഈ കോൺസെൻട്രേഷൻ്റെ പവർ, കോൺസെൻട്രേഷൻ്റെ ടേംസിൻ്റെ പവർ എങ്ങനെയാണ് എന്താണോ അതിനെ തമ്മിൽ കൂട്ടിക്കിട്ടുക. സം ഓഫ് ദ പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിക്കിട്ടുന്നത്. ആ കൂട്ടിക്കിട്ടുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂട്ടുകയാണ്. അപ്പോൾ ഇതുപോലെ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നാലും ഞാൻ അസൈൻമെൻറ്റ്സ് തരും. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ തന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതി അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്കറിയണം. അപ്പോൾ ഓർഡർ എന്താണെന്നുള്ളത് ക്ലിയർ ആയി ഉണ്ടാവുമായിരിക്കണം. അടുത്ത നമുക്കറിയേണ്ടത് എന്താണ് മോളിക്കുലാരിറ്റി. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു, റിയാക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്. ദാറ്റ് ഈസ് മോളിക്കുലാരിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത മോളിക്യൂൾസ് എത്രയാണ്? എ എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ എത്ര മോളിക്യൂൾ ഉണ്ട്? സ്മോൾ എ ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? സ്മോൾ ബി ഉണ്ട്. അപ്പോൾ ഈ മോളിക്കുലാരിറ്റിയും എന്ത് തന്നെയാണ്? എ പ്ലസ് ബി തന്നെയാണ്. സ്മോൾ എ പ്ലസ് സ്മോൾ ബി അത് തന്നെയാണ് മോളിക്കുലാരിറ്റി. അത്രയും മോളിക്യൂൾസ് ആണ് അവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ സംബന്ധിച്ച് ഓർഡറിനും മോളിക്കുലാരിറ്റിക്കും എന്താണ്? ഒരേ വാല്യൂ ആണ്. നിങ്ങൾ നോക്കി നോക്കൂ. ഓർഡറും എ പ്ലസ് ബി ആണ്, മോളിക്കുലാരിറ്റിയും എ പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്. അപ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റി ഒന്നാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ആ ഡിഫറൻസസ് ആണ് നമുക്ക് അടുത്തറിയേണ്ടത്. ഇവിടെ നോക്കൂ. ഡിഫറൻസ് നോക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ആ ഡെഫിനിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെ അറിയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്നതാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? എ പ്ലസ് ബി നമ്മൾ ചെയ്തത്. അതേസമയം മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് എ നമ്പർ ഓഫ് റിയാക്റ്റൻ മോളിക്യൂൾസ്. എത്ര മോളിക്യൂൾ ഉണ്ട്? ഒരു മോളിക്യൂളാണോ? രണ്ട് മോളിക്യൂളാണോ? എത്ര മോളിക്യൂളാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്? അതിൻ്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. അടുത്തൊരു ഡിഫറൻസ് പറയുന്ന ഓർഡർ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഈ വെറുതെ എഴുതി ഇക്വേഷൻ എഴുതി ചെയ്യണ പോലെ എല്ലാം ഓർഡർ കണ്ടുപിടിക്കുക. നമ്മുടെ എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ശരിക്കും ഓർഡർ കണ്ടുപിടിക്കേണ്ടത് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നടത്തണം. ആരൊക്കെ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്, ആരുടെയൊക്കെ കോൺസെൻട്രേഷൻ റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഓർഡർ സാധാരണ കണ്ടുപിടിക്കുക. സോ ദർ ഈസ് എൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. അതേസമയം മോളിക്കുലാരിറ്റിക്ക് അതൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതുക, അതിൽ എത്ര മോളിക്യൂൾ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ടത് നോക്കുക, അതിൻ്റെ എണ്ണം തന്നെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഓർഡറിന് 0 എന്നുള്ള വാല്യൂ വരാം. ഓർഡർ 0 ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അതുപോലെ ഫ്രാക്ഷണൽ വരാം. എന്തേ ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞാൽ അര, കാല്, മുക്കാല് ഒക്കെ വരാം. പക്ഷെ ഒരിക്കലും മോളിക്കുലാരിറ്റി 0യോ ഫ്രാക്ഷനലോ ആവില്ല. എന്താ മോളിക്കുലാരിറ്റി 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? റിയാക്ഷൻ നടക്കുന്നില്ല, റിയാക്ഷനിലെ മോളിക്യൂൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞാൽ അര മോളിക്യൂൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ മുക്കാൽ മോളിക്യൂൾ റിയാക്ട് ചെയ്യുക, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഒരിക്കലും മോളിക്കുലാരിറ്റി 0യോ ഫ്രാക്ഷനലോ ആവില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള റിയാക്ഷനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. എല്ലാ തരത്തിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എലമെൻ്ററി റിയാക്ഷൻസും കോംപ്ലക്സ് റിയാക്ഷൻസ്, അതായത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന റിയാക്ഷൻസിനും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്സിൽ നടക്കുന്ന റിയാക്ഷൻസിനും എല്ലാത്തിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിയാക്ഷനാണ് ഒരു ടേമാണ് ഓർഡർ എന്ന് പറയുന്നത്. അതേസമയം മോളിക്കുലാരിറ്റി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക എലമെൻ്ററി റിയാക്ഷൻസിന്, അതായത് വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷൻസിന് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മോളിക്കുലാരിറ്റി ഇത്ര എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇതുവരെയുള്ളത് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കെമിക്കൽ കൈനറ്റിക്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എ ഗീവ്സ് ബി എന്നുള്ള റിയാക്ഷൻ നമ്മൾ എടുത്താൽ റിയാക്റ്റിൻ്റെ റേറ്റ് എത്ര കുറയുന്നു? ദ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. മൈനസ് സൈൻ കാണിക്കുന്നത് അതിലുള്ള ഡിക്രീസിനെയാണ്. എ എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ എത്ര കുറയുന്നു. അതെല്ലാം നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. അടുത്ത നമ്മൾ കണ്ടത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ നമ്മൾ ചെയ്തത് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്.
അപ്പോൾ അവിടെ നമ്മൾ ഗ്രാഫ് വരച്ചു, ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. -dr/dt എന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്കവിടെ ആ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ദെൻ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അത് പഠിക്കുന്നതിന് മുമ്പ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചു. ആ റേറ്റ് ഇക്വേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ റേറ്റ് ഈക്വൽ ടു K ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് നമ്മൾ എഴുതാൻ പഠിച്ചു. ദെൻ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ നോക്കുക, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. അതെങ്ങനെയാണ് വായിക്കാൻ നോക്കൂ. സ്യൂഡോ, ഈ പി എന്ന് പറയുന്ന സൈലൻ്റ് ആണ്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സ്യൂഡോ എന്നുള്ള വാക്കിനർത്ഥം നിങ്ങൾക്ക് ഇതിലൊക്കെ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? തെറ്റായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ റിയാക്ഷൻ വിച്ച് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്താ? ഓർഡറിനും മോളിക്കുലാരിറ്റിക്കും ഒരേ വാല്യൂ ആയിരിക്കും പറഞ്ഞു. എന്നാൽ ചില റിയാക്ഷൻസ് ഉണ്ട് അവിടെ ഓർഡറിനും മോളിക്കുലാരിറ്റിക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അതായത് ഓർഡറിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വാല്യൂ അല്ല അവിടെ വരിക, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അങ്ങനെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഡിഫറൻസ് ഉള്ള അത്തരം റിയാക്ഷൻസിനാണ് നമ്മൾ പറയുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. അതിന് എക്സാമ്പിൾ ഇത് അവിടെ നോക്കൂ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ത് ഈ എസ്റ്റർ എന്ന് പറയുന്ന സാധനം? എസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആസിഡും ഓർഗാനിക് ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റാണ്. എന്താ ഓർഗാനിക് ആസിഡ്? ഇത് അവിടെ നോക്കൂ കുട്ടികളെ, ഇതാ CH3 സിംഗിൾ ബോണ്ട് COOH. ഈ COH എന്ന് പറയുന്നത് നമുക്കറിയാം ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ CH3 COH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതാണ് സാധനം. അതുപോലെ C2H5OH. OH എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ. അപ്പോൾ C2H5OH എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈഥൈൽ ആൽക്കഹോൾ ആണ്. അപ്പോൾ ഇവിടെ ഇതാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഓർഗാനിക് ആസിഡും ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഓർഗാനിക് ബേസും കൂടെ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചാണ് പഠിക്കണം കേട്ടോ. ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് ഇതാ CH3COC2H5 എന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒന്നുമില്ല, ഇതിനെ നമ്മളവിടെ കൂട്ടി എഴുതുക. അത് രണ്ടും കൂടെ കൂട്ടി എഴുതുമ്പോൾ അതിൽ നിന്നൊരു മോളിക്യൂൾ വാട്ടർ കളഞ്ഞാൽ ബാക്കി കിട്ടുന്നത്. അപ്പോൾ ഈ സാധനം ഇതാ CH3COC2H5, ഇതിന് പറയുക ഈഥൈൽ അസറ്റേറ്റ് എന്നാണ് പറയുക. ഇതാണ് എസ്റ്റർ. ഈ എസ്റ്ററിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല മണമാണ്, നല്ല ഫ്രൂട്ടി സ്മെല്ലാണ്, പഴങ്ങളുടെ സ്മെല്ലാണ്. അപ്പോൾ സാധാരണ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുപ്പികളിൽ അടച്ചു വരുന്ന ഫ്രൂട്ട് ജ്യൂസിൽ മിക്കവാറും ഫ്രൂട്ടൊന്നല്ല ചേർക്കുക, മിക്കവാറും പല ഫ്ലേവറിലുള്ള എസ്റ്ററുകളാണ് ചേർക്കുക. കൈതച്ചക്കയുടെ ഫ്ലേവർ, അതുപോലെ മാങ്ങയുടെ ഫ്ലേവറൊക്കെ ഉള്ള എസ്റ്ററുകളാണ് സാധാരണ അതിൽ ചേർക്കുക. അപ്പോൾ എസ്റ്റർ എന്ന് പറയുന്ന സാധനം അതാണ്. ഇതാ ഇപ്പോൾ ഇതൊരു എസ്റ്ററാണ്, ഇതിൻ്റെ പേര് ഈഥൈൽ അസറ്റേറ്റ് ആണ്. അപ്പോൾ ഈ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രോളിസിസ് മീൻസ് ദാറ്റ് ഇസ് എ റിയാക്ഷൻ വിത്ത് വാട്ടർ. ഇതാ അപ്പോൾ ഈ ഈഥൈൽ അസറ്റേറ്റ് എന്നുള്ള എസ്റ്റർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടി? അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഓർഗാനിക് ആസിഡും കിട്ടി, ഈഥൈൽ ആൽക്കഹോൾ എന്നുള്ള ബേസും കിട്ടി. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഇവിടെ ഓർഡറിനും മോളിക്കുലാരിറ്റിക്കും വാല്യൂ ഡിഫറൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്കിങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ നമ്മൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണ്. എങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ എഴുതുക? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു K ഇവിടെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ നോട്ടിൽ ചേർക്കണം. K എന്ന് ചേർക്കണം. K ഇൻറ്റു ഇത് എസ്റ്റർ ആണ്, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അതായത് റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് എഴുതാറ്. റിയാക്റ്റൻസ് ഇവിടെ ഏതൊക്കെയാണ്? എസ്റ്ററും വാട്ടറുമാണ് റിയാക്റ്റൻസ്. സോ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അത് ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇവിടെ ആരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്? എസ്റ്ററും റിയാക്ട് ചെയ്യുന്നുണ്ട്, വാട്ടറും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓർഡർ എഴുതുകയാണെങ്കിൽ എസ്റ്റർ എത്ര മോളിക്യൂളുണ്ട്? ഒരു മോളിക്യൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ റേസ്റ്റ് ഒന്നും കൊടുക്കാത്തത്, അതുകൊണ്ടാണ്. അതുപോലെ വാട്ടറും എത്ര മോളിക്യൂളുണ്ട്? ഒരു മോളിക്യൂൾ തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എസ്റ്ററിൻ്റെ മോളിക്യൂൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 1 പ്ലസ് വാട്ടറിൻ്റെ 1 2 എന്ന് എഴുതണം. പക്ഷേ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്, 2 അല്ല 1 ആണ്. അപ്പോൾ എന്താ കാരണം? അതായത് ഇവിടെ 2 റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടെ, എസ്റ്റർ ആൻഡ് വാട്ടർ എന്നുള്ള 2 റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടെ റിയാക്ട് ചെയ്യുന്ന ആൾ ആരാണ്? എസ്റ്റർ മാത്രമാണ്. അതായത് എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുമ്പോൾ മാത്രമാണ് റേറ്റ് മാറുന്നത്. ഒരിക്കലും ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് H2O. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ അവിടെ കൂട്ടിയാലും കുറച്ചാലും ഒന്നും തന്നെ റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ. അതുകൊണ്ട് തന്നെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നമ്മളിവിടെ 2 മോളിക്യൂൾസ് കാണുന്നുണ്ടെങ്കിൽ കൂടെ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ.
സോ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 1. പറഞ്ഞ് ക്ലിയർ ആണല്ലോ. അതേസമയം മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആരൊക്കെയാണ്? നമ്മളിവിടെ കാണുന്നുണ്ട്, ഒരു മോളിക്യൂൾ എസ്റ്ററും റിയാക്ട് ചെയ്യുന്നുണ്ട്, ഒരു മോളിക്യൂൾ വാട്ടറും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓർഡർ 1 ആണ്, അതുപോലെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റിയാക്ഷനിൽ, ഈ പെർട്ടിക്കുലർ റിയാക്ഷനിൽ ഓർഡറിനും മോളിക്കുലാരിറ്റിക്കും ഡിഫറൻറ്റ് വാല്യൂ ആണ്, ഒരേ വാല്യൂസ് അല്ല. ഓർഡർ 1 ആണെങ്കിൽ മോളിക്കുലാരിറ്റി 2 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ പറയുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. തെറ്റായിട്ട് വരിക, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡറിൽ നിന്ന് മാറ്റം വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ 2 ആണ് ഇവിടെ, പക്ഷേ ഓർഡർ എന്താണ് വരുന്നത്? 1 ആണ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, അവിടെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത് നമുക്ക് ഒരു ടോപ്പിക് ഉള്ളത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ യൂണിറ്റ്, റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഡെറിവേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡെറിവേഷൻ ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾ ഈ വാല്യൂസ് പഠിച്ചു വെച്ചാൽ, ഡെറിവേഷൻ അറിഞ്ഞാൽ നമുക്ക് വാല്യൂ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. നോക്കൂ, നമുക്ക് 3 റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ആണ് അറിയേണ്ടത്. ഒന്ന് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ, ദെൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ദെൻ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ, നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0. അപ്പോൾ എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആണ്. എ റേസ് ടു 0 എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം അത് സീറോ ഓർഡർ ആണെന്ന് കാണിക്കാനാണ്. ക്ലിയർ ആണല്ലോ? അതായത് എന്താണോ പവർ, ആ പവറാണോ ഓർഡർ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ പവർ 0 ആണ്. നമ്മളപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ദറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. നമ്മുടെ ആവശ്യം എന്താ? റേറ്റ് കോൺസ്റ്റൻ്റ് ആയ കെയുടെ യൂണിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എഴുതിയ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ കെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കുക. കെ ഈക്വൽ ടു എന്തായിരിക്കും? റേറ്റ് ബൈ എ റേസ് ടു 0. ക്ലിയർ ആണല്ലോ അത്? അതായത് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 0. ഈ കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ എന്ത് വരും? റേറ്റ് ബൈ എ റേസ് ടു 0. അപ്പോൾ കെയുടെ യൂണിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റേറ്റിൻ്റെ യൂണിറ്റ് ബൈ എ റേസ് ടു 0യുടെ യൂണിറ്റ്, അതാണ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്, ആദ്യം കണ്ടതാണ്. കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ ആണ്. മോൾ ലിറ്റർ റേസ് ടു -1, ദറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഡിവൈഡഡ് ബൈ ടൈം, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് സെക്കൻഡ് റേസ് ടു -1. സോ ദാറ്റ് ഈസ് എ റേറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് ഇതാണ്, മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. സംശയമില്ല വിചാരിക്കണോ? റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. ആൻഡ് സോ ദ റേറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ഡിവൈഡഡ് ബൈ എ റേസ് ടു 0യുടെ യൂണിറ്റ്. എ എന്ന് പറയുന്നത് എന്താ? കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിറ്റർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ യൂണിറ്റ് എ റേസ് ടു 0. എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? ഏതും എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ എ റേസ് ടു 0യുടെ വാല്യൂ 1. അപ്പോൾ റേറ്റ് ബൈ എ റേസ് ടു 0 എന്ന് പറയുമ്പോൾ റേറ്റ് തന്നെയാണ്. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. അതായിരിക്കും എന്തിൻ്റെ യൂണിറ്റ്? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ സംബന്ധിച്ച് കെയുടെ യൂണിറ്റ് അതായിരിക്കും. നിങ്ങൾ കാണുന്ന സ്റ്റെപ്സ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടെ ഇത് കാണാതെ പഠിക്കുക. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ സംബന്ധിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിരിക്കുകയാണ്. അതിൻ്റെ കെയുടെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതി. ഈ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്താ? എയുടെ പവർ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? 1 എന്ന് കണക്കാക്കണം. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനായി. അപ്പോൾ നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതി. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്ത പോലെ തന്നെ എഴുതി റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നമുക്ക്? റേറ്റിൻ്റെ യൂണിറ്റ് ബൈ കോൺസെൻട്രേഷൻ യൂണിറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ആണ് റേറ്റിൻ്റെ യൂണിറ്റ്. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ബൈ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ യൂണിറ്റ്. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 ആണ്.
അപ്പോൾ ഇതാണ് കെയുടെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നോക്കൂ, മോളും വെട്ടിപ്പോയില്ലേ. ഇവിടെ മുകളിൽ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 ഉണ്ട്, താഴെ ലിറ്റർ റേസ്റ്റ് മൈനസ് 1 ഉണ്ട്, അതും വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ആകെ കൂടെ ഒരു സെക്കൻഡ് റേസ്റ്റ് മൈനസ് 1 അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സംബന്ധിച്ച് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് റേസ്റ്റ് മൈനസ് 1 ആണ്. അടുത്ത സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ റേറ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. ഇതാണ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് 2 എന്ന് എഴുതാൻ കാരണം എന്താ? ഓർഡർ 2 ആണ്, അതുകൊണ്ടാണ് അത് കാണിക്കാനാണ് എ റേസ് ടു 2 നമ്മൾ എഴുതിയത്. അപ്പോൾ കെ ഈക്വൽ ടു റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ യൂണിറ്റ് ബൈ എ സ്ക്വയറിൻ്റെ യൂണിറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1 ആണ്. കോൺസെൻട്രേഷൻ യൂണിറ്റ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു. ഇവിടെ നോക്കൂ, മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 ആണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്, അതിൻ്റെ പവറാണ്. അപ്പോൾ എങ്ങനെ വരും? മോൾ സ്ക്വയർ എൽ റേസ് ടു മൈനസ് 1 എന്നുള്ളതിന് വരെ എൽ റേസ് ടു മൈനസ് 2. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. നോക്കൂ, മോൾ എൽ റേസ് ടു മൈനസ് 1 ഉണ്ട്, മോൾ സ്ക്വയറും ഉണ്ട്. ഈ മോൾ സ്ക്വയർ എന്നുള്ളത് മോളിലേക്ക് പോയാൽ എന്തായി? ഇവിടെ മോളും ഉണ്ട്, മോൾ സ്ക്വയർ ഉണ്ട്. മോൾ സ്ക്വയർ മോളിലേക്ക് പോയാൽ മോൾ റേസ് ടു മൈനസ് 2 എന്ന് വന്നു. അപ്പോൾ ഇവിടെ മോളും ഉണ്ട്, മോൾ റേസ് ടു മൈനസ് 2 ഉണ്ട്. അപ്പോൾ എന്ത് വരും? മോൾ റേസ് ടു മൈനസ് 1. ശരിയല്ലേ? ഒരു മോളും മോൾ റേസ് ടു മൈനസ് 2 മോൾ റേസ് ടു മൈനസ് 1. ഇനി ഇവിടെ എൽ റേസ് ടു മൈനസ് 1 ഉണ്ട്, താഴെ എൽ റേസ് ടു മൈനസ് 2 ഉണ്ട്. ഈ എൽ റേസ് ടു മൈനസ് 2നെ നമ്മൾ മുകളിലേക്ക് ഉണ്ടായാൽ എന്തായി? എൽ റേസ് ടു 2 എന്ന് വന്നു. അപ്പോൾ എൽ റേസ് ടു മൈനസ് 1 ഇൻറ്റു എൽ റേസ് ടു 2. അപ്പോൾ മൈനസ് 1ഉം പ്ലസ് 2ഉം അപ്പോൾ എന്തായി? 1 എന്ന് വരും. അപ്പോൾ അതാണ് എൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോൾ റേസ് ടു മൈനസ് 1 എൽ. ഇനി സെക്കൻഡ് റേസ് ടു മൈനസ് 1, ദാറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇത്രയൊന്നും പഠിക്കാൻ, ഈ ഡെറിവേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാല്യൂസ് കാണാതെ പഠിച്ചു വയ്ക്കുക. കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഈ മെത്തേഡ് അറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അതല്ല അത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ ബോക്സിൽ ഞാൻ വരച്ചിട്ടുള്ള വാല്യൂസ് കൃത്യമായിട്ട് പഠിക്കും. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ സംബന്ധിച്ച് റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1 ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റേസ് ടു മൈനസ് 1. ദെൻ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു മൈനസ് 1 ലിറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി വരുന്ന ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കണോ? ഓക്കെ, താങ്ക് യു.